ഹായ് ഫ്രണ്ട്സ്, NH-66 നിർമ്മാണ കാഴ്ചയിൽ കുറ്റിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ അപ്ഡേറ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ കുറ്റിപ്പുറത്ത് 3 പാലങ്ങൾ, എടപ്പാൾ ഭാഗത്തേക്കുള്ള ക്രോസ് പാലം, ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം, പിന്നെ കുറ്റിപ്പുറം സെൻട്രലിലുള്ള പാലം, ഈ 3 പാലങ്ങളുടെ അപ്ഡേറ്റ്സ് കാണിച്ചിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് ചാനൽ കയറി ആ വീഡിയോ കാണുക. കുറ്റിപ്പുറം ROBയിലേക്ക് വന്നാൽ ആർച്ച് ഗർഡർ, അതായത് ബോ സ്ട്രിങ് സ്റ്റീൽ ഗർഡറുടെ ലോഞ്ചിങ് പ്രധാനമായും ഇവിടെ നടക്കാനുണ്ട്. ഈ ആർച്ച് താഴെ നിർമ്മാണം കഴിഞ്ഞു, ഫുള്ള് സെറ്റാണ്. ആർച്ചിൽ മുഴുവനായും ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ആർച്ച് ഇതിൻ്റെ മേലേക്ക് ഉയർത്തി വെക്കുന്ന വർക്കാണ് പ്രധാനമായും ഇനി നടക്കേണ്ടത്. പറഞ്ഞിടത്തോളം ഇനിയും സമയം എടുക്കേണ്ടി വരും ഈ ഒരു വർക്കിന്. റെയിൽവേയുടെ അനുമതി കിട്ടേണ്ടതുണ്ട്. അതിനു മുന്നേ ഇതുപോലെ സ്റ്റേജ് കെട്ടി 2 സൈഡിലും വലിച്ചു കൊണ്ടുവരുന്ന ട്രാക്ക് പോലെ നിർമ്മിക്കണം. ഒരു സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ഗർഡർ ലോഞ്ച് ചെയ്യുക. ഈ ഒരു ബോ സ്ട്രിങ് ഗർഡർ ലോഞ്ച് ചെയ്യുക. ഏറ്റവും വേഗത്തിൽ നിർമ്മാണം നടന്ന റീച്ചായിരുന്നു വളാഞ്ചേരി കാപ്രിക്കാട് റീച്ച്. എന്നാൽ ഈ ഒരു ROBയുടെ വർക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആദ്യം എത്താനുള്ള ഈ റീച്ചിൻ്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ്. നിലവിലെ 2 വരി പാലത്തിനേക്കാൾ കുറച്ചും കൂടി ഉയരത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം നിലവിലെ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ എടുക്കാം. ഡ്രൈനേജൊക്കെ ആകെ തകർന്നു കിടക്കുകയാണ് ഈ നിലവിലെ പാലത്തിൻ്റെ. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന് മുകളിലൂടെയാണ് ROB കടന്നു പോകുന്നത്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് കുറ്റിപ്പുറം. തിരക്കിൻ്റെ കാര്യത്തിൽ തിരൂർ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. കുറ്റിപ്പുറം കൂടാതെ വടകര ഭാഗത്തും ഇതുപോലെ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വാഗാട് കമ്പനിയാണ് അവിടെ നിർമ്മാണം എടുക്കുന്നത്. ഇതിനു മുന്നേ മാഹി ബൈപ്പാസിൽ ROBയുടെ വർക്ക് നമ്മൾ കണ്ടതാണ്. അവിടെ സാധാരണ നിലയിൽ സ്റ്റീൽ ഗർഡറുകളാണ് ലോഞ്ച് ചെയ്തത്. കൂടുതൽ ദിവസം റെയിൽവേ ലൈൻ ഓഫാക്കിയാണ് രാത്രി സമയം ആ വർക്ക് നടന്നിരുന്നത്. ഇവിടെ അത്രയും ദിവസങ്ങൾ വേണ്ടിവരില്ല എന്നാണ് തോന്നുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ പാലത്തിൻ്റെ മേൽഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞു. ഈ ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും നടന്നു വരുന്നുണ്ട്.
നേരത്തെ നമ്മൾ കാണിച്ച ആർച്ച് ഉയർത്തേണ്ട ഭാഗത്ത് ഗർഡറുകൾ ലോഞ്ച് ചെയ്യാനുണ്ട്. അതുപോലെ അപ്രോച്ച് റോഡിൻ്റെയൊക്കെ നിർമ്മാണം നടക്കാനുണ്ട്. എന്തായാലും കുറ്റിപ്പുറം ROB ഇനിയും സമയമെടുക്കും. ഈ വർഷം പകുതിയോടെ ഈ ഒരു ലോഞ്ചിങ് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ദേശീയപാത നിർമ്മാണ കാഴ്ചകളുമായി വീണ്ടും വരാം.